Welcome to Christmas vlog. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞത് ഞങ്ങളൊരു ഓഫീസിലെ ക്രിസ്മസ് സെലിബ്രേഷൻ വ്ളോഗാണ്. അപ്പോൾ ബാക്കിലത് പരിപാടികളൊക്കെ ഓരോന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അശ്വിന് സേ ഹായ്. ഹലോ, കൊള്ളാം. ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിസ്മസ് വ്ലോഗ്. അപ്പോൾ ടൈം ഒരു 9:30 ആയപ്പോഴത്തേക്കും ഞാനങ്ങനെ ഓഫീസിലെത്തി. 9:30ക്ക് മുന്നേ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഫീസ് ഹവേഴ്സിന് മാറ്റമൊന്നുമില്ല, ഞങ്ങൾക്ക് പഞ്ചൊക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ ഓരോരുത്തർ ഓരോരോ സ്ഥലത്തുണ്ട്. ചിലവർ ഇതേ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ബിസി ആയിട്ടുണ്ട്. ചിലർ ബലൂണും കാര്യങ്ങളും, കുറച്ച് ഡെക്കോറിൻ്റെ പരിപാടിയും കാര്യങ്ങളും, അവിടെ സാൻഡ ഒക്കെ റെഡി ആവണൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം നിന്ന് കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്കും അത്യാവശ്യം സിംഗിളായിട്ടുള്ള കുറച്ച് അങ്ങനെ നല്ല സ്നാപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനും കുറച്ച് നേരത്തെ തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഞാനും അനഘയും പിന്നെ അതേ നന്ദുവും വന്ദുവും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള ടീ കടയിൽ പോവുകയാണ്. അങ്ങനെ അവിടെ എത്തി. ഞങ്ങപ്പോൾ ഞാൻ ഇടിയപ്പം ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായി. ഇടിയപ്പം പിന്നെ കടലക്കറി ആയിരുന്നു. അപ്പോൾ അനഘത വെള്ളയപ്പവും കടലക്കറിയും കഴിക്കുന്നുണ്ട്. അവർ ഓരോരോ സ്നാക്സൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായത്. അപ്പോൾ 10:30ക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10:15 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയില്ല എങ്ങനെയാണ് പ്രോഗ്രാം സ്റ്റാർട്ടാവും ഇല്ലയെന്നൊന്നും അറിയില്ല. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ ഓഫീസിൽ അങ്ങനെ എത്തി. വന്നതിന് ശേഷം ഞാനും അനഘ നല്ല ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രണവാണ് കേട്ടോ നമുക്ക് ഫോട്ടോ എടുത്ത് തരുന്നത്. അപ്പോൾ ഇന്ന് വലിയ കാര്യമായിട്ടുള്ള പരിപാടി അങ്ങനെയൊന്നും ഇല്ല. കാരണം ലാസ്റ്റ് വീക്ക് വരെ നമുക്ക് ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യായിരുന്നു. ഇപ്പോഴും ഈ റീസെൻറ്റ് ഡേയ്സിലും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പ്രാക്ടീസിനായിട്ട് അങ്ങനെ സമയം അങ്ങനെയൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ യെസ്റ്റർഡേ ഈവനിങ് 1 hour HR തന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോന്നും വേണ്ട. പക്ഷേ ആ ഒരു 1 hour ഹോസ്റ്റലേഴ്സ് നമുക്ക് അവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. 2 ഗ്രൂപ്പിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. എന്നാൽ അല്ലാതെ ആറിൻ്റെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാത്തപ്പോൾ ഞാനും അനഘ എപ്പോഴും ഞങ്ങളുടെ ഒരു പാട്ടുള്ളതാണ്. പക്ഷേ ഇത്തവണ എന്താ വെച്ചാൽ എനിക്ക് ക്രിസ്മസ് കരോൾ മലയാളത്തിൽ അറിയില്ല. എനിക്ക് ഇംഗ്ലീഷിലാണ് അറിയുന്നത്. അവൾക്കാണെങ്കിൽ ഇംഗ്ലീഷിലെ കരോളും അറിയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഇതൊക്കെ വേണ്ടി പിന്നെ ഒന്നും നമുക്ക് സമയമില്ല. പെട്ടെന്നായിരുന്നു കേട്ടോ സെലിബ്രേഷൻ 21st പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം ഒന്നും ഇല്ല. Thank you so much. അപ്പോ ഇന്ന് തന്നെ നമുക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ ആയതുകൊണ്ട് ഹാപ്പി ക്രിസ്മസ് എവ്രിവൺ. ഹാപ്പി ക്രിസ്മസ്. കുറച്ചും കൂടി come on, എല്ലാരും എൻജോയ് ചെയ്യാൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എല്ലാവരുടെയും പ്രോഗ്രാംസ് ഒക്കെ റെഡി ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പൊളിച്ചടുക്കണ്ടേ ഇന്ന്? ഒരു ടീം ഇത്, ഒരു ടീം അത്. പ്രോസസ് ടീമിന്റെ എന്ത് പ്രോഗ്രാം ഉള്ളത്? കൂടെ തന്നെ നമുക്കൊരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ടീം ലഞ്ച് ഉണ്ട്. ഏതാ So confusing. I'm winning at the same time losing.
ടീമിന്റെ ഫസ്റ്റ് പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് ഡാൻസ് സ്റ്റെപ്പ് അല്ല ഇത് ഓക്കെ. അപ്പൊ നിങ്ങളൊരു ലൈനായിട്ട് തന്നു. ഞാൻ ബിസിനസിന്റെ പ്രോഗ്രാം Okay guys. അടുത്ത വിളിച്ചോ. അറിയാം. Just use coupon code FIRSTBOOKING to book your first. കുറേ തുണ്ടിയാണ്.
അങ്ങനെ പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ക്രിസ്മസ് ഗിഫ്റ്റ് ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തു. പിന്നെ 2-3 ഗെയിംസ് ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഗെയിംസ് അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പരിപാടി അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അതെ, ഞങ്ങളുടെ ക്യാബിൽ കുറച്ച് പേരുണ്ട്, ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഗിഫ്റ്റ്സൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുവാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവരുടെ ക്യാബിലൊക്കെ പോയിട്ട് ഗിഫ്റ്റൊക്കെ എല്ലാവരും തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും ടീം ലഞ്ച് ഉണ്ട്. ഫസ്റ്റ് HR എവിടെയായിരുന്നു പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടായില്ല ഞങ്ങളോട്. ഞങ്ങൾ എല്ലാത്ത തവണ സ്ഥിരം പോകുന്നത് കാലിക്കറ്റ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കലൂര് തന്നെയാണ്, പോയവർക്ക് അറിയാൻ പറ്റുള്ളൂ, അടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ അവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് അവിടുത്തെ ഫുഡ് വേണ്ട, അത്ര അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ളതല്ല, ഭയങ്കര കോസ്റ്റ്ലി ആണ്, പക്ഷെ അത്ര ടേസ്റ്റി അല്ല. അപ്പോൾ ഈ തവണ ഏത് സ്ഥലമാണെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു അടിപൊളി പ്ലേസ് ആണെന്നൊക്കെ ഉള്ള കാര്യങ്ങളായിരുന്നിട്ട് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഇവിടെ തകൃതിയിൽ ഗിഫ്റ്റ് എല്ലാം എല്ലാവരും ഓപ്പൺ ചെയ്ത് എല്ലാവരെയും കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഗിഫ്റ്റ്. ആഷ്ലിയുടെ ബാഗ്. അങ്ങനെ ഞങ്ങളുടെ ഗിഫ്റ്റ് എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ മിക്കവർക്കും തന്നെ പെർഫ്യൂം ആയിരുന്നു കേട്ടോ. അത് പിന്നെ നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാമല്ലോ. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ചേച്ചി ഇതേ വൈൻ കൊണ്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ജെസ്സി ചേച്ചി. എല്ലാവർക്കും വൈൻ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചിങ്ങനെ സ്ട്രോങ് പോലെ എനിക്ക് തോന്നി. അവർ സിപ്പ് എടുത്തിട്ടുണ്ടായാലും ഒന്നും കുടിച്ചില്ല. പിന്നെ അപ്പോൾ ഏതായാലും ഇപ്പോൾ ലഞ്ചും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവല്ലേ. അപ്പോൾ അതേ ഓരോരുത്തർ അവിടെ ഡാൻസൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും. അപ്പോൾ എല്ലാവരും കുടിച്ചിട്ട് ഞാനാകുമ്പോൾ വൈറ്റ് ഡ്രസ്സ് ആയതുകൊണ്ട് അതിനെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഒരു തരി എന്തെങ്കിലും സ്റ്റെയിൻ ആയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് ഉംബ്ര അടുത്ത് കുടിക്കുന്നുണ്ട്. ഞാൻ എക്സ്പ്രഷൻ കാണിക്കാൻ പറയുമ്പോൾ ആക്ഷൻ ആണ് കേട്ടോ ഉംബ്രയുടെ. അങ്ങനെ ഞങ്ങളുടെ ഡാൻസും മേളൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ താഴേക്ക് വന്നപ്പോൾ അതേ പ്രണവിന്റെ ഫോട്ടോ എടുത്തു കൊടുക്കുകയാണ്. വന്ന് പ്രണവ് കുറേ ആയി മോളിൽ നിന്ന് പറയണത് ഫോട്ടോ എടുത്ത് തന്നെ ഞങ്ങളുടെ എടുപ്പിക്കായിരുന്നു, അവനൊന്നും എടുത്തു കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ അതേ ബാക്കിയുള്ളവരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ താഴേക്ക്. ഇപ്പോൾ ഞങ്ങളുടെ ലഞ്ചിനുള്ള ടൈം ആയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഗ്രൂപ്പായിട്ടുള്ള ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഗ്രൂപ്പ് പിക്കൊക്കെ എടുക്കണം. എല്ലാവരും ഒരേ സമയത്ത് ഇതേ ബാക്കിയുള്ള കുറച്ച് പേരും ഇങ്ങനെ ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എല്ലാവർക്കും ഒരു ഗ്രൂപ്പ് ഫോട്ടോയും കൂടെ എടുത്തിട്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. ലഞ്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടിയൊന്നും ഇല്ല. ഇപ്പം നമുക്ക് ടൈം എനിക്ക് തോന്നുന്നു 12:40 അവിടെ അടുപ്പിച്ചൊക്കെ ആയിട്ടുള്ളൂ. നേരത്തെ തന്നെയാണ് കേട്ടോ ലഞ്ചൊക്കെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ അതേ ഞങ്ങൾ ഗോകുലം പാർക്കിലെത്തി. ആദ്യം ഡെസ്റ്റിനേഷൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെയായിരുന്നു HR നമ്മളോട് ഗോകുലം പാർക്കാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഓഫീസിൽ നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. അങ്ങനെ അത് എല്ലാവരും എത്തി. അടുത്ത് തന്നെയാണ്, ഒരു 10 മിനിറ്റ് പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അതേ ഞങ്ങൾ എല്ലാവരും എൻ്റർ ചെയ്തു.
അപ്പോൾ ഫസ്റ്റ് തന്നെ സൂപ്പിൽ നിന്ന് തുടങ്ങാമെന്ന് പറഞ്ഞാൽ ഞാൻ ചിക്കൻ സൂപ്പായിരുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇങ്ങനത്തെ സൂപ്പ് ഇഷ്ടമാണ് പൊതുവെ. അധികം ഭയങ്കര ടേസ്റ്റി അല്ല, എന്നാൽ എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ടേസ്റ്റ്. ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വന്തുവിടെ മുഖം നോക്ക്, അനക്കൊന്നും കുഴപ്പമില്ല. എൻ്റെ അനകയുടെയൊക്കെ ടേസ്റ്റ് സിമിലറാണ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ സൂപ്പൊക്കെ കുടിച്ചു. അപ്പോൾ ബുഫേ ആയിരുന്നു കേട്ടോ. ഞാനപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്കിഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് ബാക്കിയൊക്കെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. എനിക്കങ്ങനെ എപ്പോഴും എൻ്റെ ഒരു കംഫർട്ട് സോണിലുള്ള ഫുഡാണ് എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം. മറ്റേതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാനാണെങ്കിലും എനിക്കെപ്പോഴും ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നത് എനിക്കിഷ്ടമുള്ള ഫുഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ബിരിയാണിയും തുടങ്ങാം. അപ്പോൾ അതേ താലിബ് വന്നിട്ടുണ്ട്. ബിരിയാണിയിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതിയിട്ട് ഫസ്റ്റ് തന്നെ ബിരിയാണി ആയിരുന്നു എടുത്തിട്ടുണ്ടായത്. അങ്ങനെ അതെ ഓരോരുത്തർ ഫുഡെല്ലാം സെർവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അനഘയായിരുന്നു കേട്ടോ എനിക്ക് വേണ്ടതെല്ലാം എടുത്ത് തന്നുകൊണ്ട് ഇരിക്കുന്നത്. ഞാനും അനഘയായിരുന്നു ഫുഡെല്ലാം പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെ ഫുഡെല്ലാം സെർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടപ്പുറത്തേക്ക് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള പ്ലേറ്റ്സ് ഒക്കെ കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ബാക്കിയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓരോരുത്തർ ഇതേ ഫുഡെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ എനിക്ക് ഫുഡൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ബിരിയാണി ആയിരുന്നു ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു ചിക്കൻ ദം ബിരിയാണി. പിന്നെ അവിടുത്തെ എനിക്ക് പ്രോൺസ് പൊതുവേ എനിക്കങ്ങനെ ഇഷ്ടമില്ല, പക്ഷെ ഇവിടുത്തെ അത്ര അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പ്രോൺസ് ഒഴിച്ച് എനിക്ക് പേഴ്സണലി ബാക്കിയൊക്കെ എല്ലാം തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വെജ് ബോളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നല്ലതായിരുന്നു. പിന്നെ അതേ ബീഫ് ഫ്രൈയും കാര്യങ്ങളൊക്കെ എല്ലാം നല്ലതായിരുന്നു. ആ പ്രോൺസ് എനിക്ക് പൊതുവെ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കാം. ബാക്കി ഫ്രണ്ട്സിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനഘയൊക്കെ പ്രോൺസ് ഫ്രൈ സൂപ്പറാണെന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് വലുതായിട്ട് അങ്ങനെ ഇതായില്ല. പിന്നെ അതിന് സാലഡ്സും കാര്യങ്ങളെല്ലാം എടുത്ത് ഈ ഒരു ടൈമിലാണ് കേട്ടോ എൻ്റെ ഡ്രസ്സിലേക്ക് ഞാൻ സ്റ്റെയിൻ ആവരുതെന്ന് വിചാരിച്ചത് ഈ ഒരു ബോൾ തെറിച്ച് എൻ്റെ മേത്തേക്കായിരുന്നു വന്നിട്ടുണ്ടായത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന എല്ലാവരും. അപ്പോൾ ഇവിടെ ഞങ്ങൾ വാഷ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് പേരുടെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡിങ് എല്ലാം കഴിഞ്ഞു. നല്ല യമ്മി ആയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ ഞങ്ങൾ പോണ വഴി തന്നെ ഇവിടുത്തെ കുറച്ച് നല്ല നല്ല സ്പോട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാൻ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇതോടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വീട്ടിൽ പോകേണ്ടവർക്ക് വീട്ടിൽ പോവാം. അപ്പോൾ നാളെ എന്തായാലും സൺഡേ ആണല്ലോ. അങ്ങനെ ഞങ്ങൾ ഏതായാലും ഓഫീസിൽ പോയിട്ട് വേണം എനിക്ക് പോകാൻ. ബാഗൊന്നും എടുത്തിട്ടുണ്ടായില്ല. അനഘക്കും എനിക്കും പിന്നെ പ്രണവനൊക്കെ ചാർജർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ ഓഫീസിൽ ചെന്ന് ചാർജൊക്കെ കുത്തി. അപ്പോൾ ഞാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓരോരുത്തരൊക്കെ പോവുകയാണ്. അപ്പോൾ മേരി ക്രിസ്മസ് ഒക്കെ പറഞ്ഞത് മുബീന അവിടെ പുറത്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. എല്ലാവർക്കും മേരി ക്രിസ്മസ് ഒക്കെ പറഞ്ഞ് ഞാനും അങ്ങനെ ഇറങ്ങി. സോ ഞാനങ്ങനെ തീർത്തന്നെ വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ബ്രോഡ്വേയുടെ ആ ഒരു ഏരിയയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവൾക്ക് ഇന്ന് ഓഫീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ വെയിറ്റ് ചെയ്താണ് ഞാൻ ആക്ച്വലി ഓഫീസിൽ കുറച്ച് ലേറ്റ് ആയിട്ട് തന്നെ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ അവളും വന്നിട്ട് ഞങ്ങളുടെ മേത്തർ ബസാറിലേക്കാണ് ഫസ്റ്റ് പോണത്. ഞാൻ ലാസ്റ്റ് 2 ഇയർ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായില്ലല്ലോ. മസ്കറ്റിലായതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് ന്യൂ ഇയർ വൈബ്, കൊച്ചിയിലെ വൈബ് ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് നിർബന്ധമുള്ള കാര്യമായിരുന്നു കേട്ടോ കാണണം. അപ്പോൾ പിന്നെ തീർത്ത ഇന്ന് ഫ്രീ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ മേത്തർ ബസാർ എത്തി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓരോരോ ചെറിയ എന്താ പറയുക ഷോപ്പൊക്കെ ഞാൻ റീൽസിൽ ഇട്ടിട്ടുണ്ട്, ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ലെങ്തി വീഡിയോ ഞാൻ കൂടുതലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറേ അതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട്, കുറേ ആൾക്കാരും ഉണ്ട്, അതേപോലെ കുറേ കാണാനുണ്ട്. ഞാൻ അപ്പോൾ തീർത്ത് പറയണ്ടായി ലാസ്റ്റ് ഇയർ ഉള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണ്ടായി. പക്ഷെ ഞാൻ ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ. എനിക്കിത് പുതിയ കാഴ്ചകളായിരുന്നു കേട്ടോ. റീൽസിൽ കൂടെ കണ്ടിട്ടെന്നല്ലാതെ നേരിട്ടൊന്നും ഞാൻ ഓരോന്നൊന്നും കണ്ടിട്ടില്ല. ഒരുപാട് പുതിയ സാധനങ്ങൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു.
നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര ചൂടും, എനിക്കാണെങ്കിൽ ദാഹിച്ചിട്ട് വയ്യായിരുന്നു. അങ്ങനെ കുറച്ച് നീങ്ങിയിട്ട് ഒരു ഷോപ്പിൽ വന്ന് ഞങ്ങൾ രണ്ടുപേരും 2 ഷാർജയൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോഴത്തെ ആ ഒരു വ്യൂ കണ്ടു, മേത്തർ ബസാറിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു വ്യൂ കണ്ടു. പക്ഷേ സ്റ്റാറും ലൈറ്റൊക്കെ വന്നെങ്കിൽ കുറച്ചും കൂടെ ടൈം കഴിയണം. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് വീണ്ടും ഒന്നും കൂടെ പോകേണ്ട. ഏതായാലും ഇനി ഇവിടെ മേത്തർ ബസാറിലേക്ക് ഇനി ഒരു ദിവസം വരില്ല. ഇന്ന് ഏതായാലും 21st ആണ്, ഇനി വരാൻ പോണില്ല. അപ്പം ഇന്ന് തന്നെ, അതായത് ആ ഒരു പകൽ ടൈമിൽ കാണാം, പിന്നെ രാത്രിത്തെ ആ ഒരു വ്യൂവും കൂടെ കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഡ്രിങ്കൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നും കൂടെ ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം കാണാനാണ് ഈ ഒരു ലൈറ്റിംഗ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാനൊക്കെ വേണ്ടിയിട്ട്. ആൾക്കാരും അതേപോലെ തന്നെ ആൾക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം ഒന്നും കൂടെ, അതായത് അപ്പുറത്തെ സൈഡിൽ ഒന്നും കൂടെ പോയി കണ്ട് സോ ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു സെലിബ്രേഷൻ ഡേ എന്ന് പറയുന്നത്. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് മൈ വീഡിയോ. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോസൊക്കെ ഭയങ്കര ഡിലേ ആണ്, ഇപ്പോൾ വീഡിയോ ഒന്നും കാണാറില്ല, ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടണമെന്ന്. എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ടൊക്കെ, ഞാൻ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ചും കൂടെ കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ലാസ്റ്റ് 1 month ആയിട്ട് ഞാൻ ഒന്നും അങ്ങനെ ഇട്ടിട്ടുണ്ടല്ലോ. ഒരുപാട് പേര് എന്നെ അന്വേഷിച്ച് കണ്ടിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും പറ്റിയാ, നീ എന്തായിട്ട് വീഡിയോ ഇടാനെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഈ ലാസ്റ്റ് 2 വീക്കായിട്ട് ഓഫീസിൽ ഭയങ്കര വർക്കും കാര്യങ്ങളായിരുന്നു. ലേറ്റായിട്ടാണ്, നേരത്തെ ഓഫീസിൽ പോകണം, ലേറ്റായിട്ടായിരുന്നു വീട്ടിലെത്തുക. പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് ആകെ ഒരു സൺഡേ കിട്ടണത് എന്തെങ്കിലും വീട്ടിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാനും മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ കൊണ്ടാണ്. അപ്പം ഞാൻ എന്തായാലും റെഗുലറായിട്ട് വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ചിരിക്കുവാണ്. സോ അപ്പോൾ നമുക്ക് കമ്മിങ് ഡേയ്സിൽ, ഇനി എന്തായാലും ന്യൂ ഇയറും കാര്യങ്ങളൊക്കെ അല്ലേ, കമ്മിങ് ഡേയ്സിൽ പുതിയ വ്ളോഗ്സൊക്കെ ആയിട്ട് അപ്പോൾ കാണാം കേട്ടോ. എനിക്കപ്പോൾ കുറേ സന്തോഷമായി. നമ്മുടെ ഫ്രണ്ട്സൊക്കെയാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്, എന്നാലും വീഡിയോ കാണില്ല, വീഡിയോ കാണാൻ വേണ്ടിയിട്ട്, വിശേഷങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് രസമാണെന്നൊക്കെ പറയുമ്പോൾ കുറേ നമുക്ക് അങ്ങനെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ. അപ്പോൾ എന്തായാലും പുതിയ വ്ളോഗ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. മേരി ക്രിസ്മസ് ടു ഓൾ. ബൈ.